അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനാഘോഷത്തെ എതിർക്കുന്നതിന് വേണ്ടി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച ഫൈസൽ മൗലവിയുടെ കളവുകൾ കഴിഞ്ഞ ദിവസം നാം പിടികൂടിയിരുന്നല്ലോ. ഇനി നമുക്ക് മറ്റൊരു മൗലവിയുടെ കളവുകൾ ചർച്ച ചെയ്യാം. അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് കയറി വന്നപ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. ആ കൂടിയിരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു നേതാവുണ്ട്. അയാളുടെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്. അയാൾ പറയും, തന്റെ കൂട്ടാളികളോട് അയാൾ പറയും, ഹല്ലിലു മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും 100 തവണ. സബ്ബിഹു മിഅ കബ്ബിറു മിഅ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറയുക. അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറയുക. അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറയുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ പറഞ്ഞതിന്? പറയുന്നത് തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്മീദാണ്, തഹ്ലീലാണ്, ഇബാദത്താണ്, ദിക്റുകളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു നടക്കുന്നതിന് വേണ്ടി. ആ വടി കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആളുകളെ ആട്ടിപ്പറഞ്ഞു. സഹാബിമാർ, നിങ്ങൾ ഈ പ്രവർത്തിക്കുന്ന നബിദിനം എന്ന പേരിൽ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ വലിയ ആക്ഷേപം പറഞ്ഞു. കേട്ടല്ലോ, പള്ളിയിൽ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു സംഘത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആട്ടി ഓടിച്ചു എന്നാണ് മൗലവി പറഞ്ഞ കഥയുടെ ചുരുക്കം. ഇതേ കഥ ഫൈസൽ മൗലവിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വിസ്ഡം മുജാഹിദിലെ കുട്ടികൾ ഇറക്കിയ വീഡിയോയിലും പറയുന്നുണ്ട്. അവരുടെ അടുക്കൽ പോയിട്ട് വളരെ ശക്തമായി ശകാരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എന്താ പതിലുള്ളത്? തസ്ബീഹും തഹ്ലീലും തക്ബീറുമാണ്. അത് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് 4 ആൾ കൂടിയിരുന്ന അതിന്റെ ഒരു നല്ല പള്ളിയിലാണ്. പിന്നെ അള്ളാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുക നന്മയാണ്, അവരെ നന്മ ഉദ്ദേശിച്ചിട്ടാണ്. ഈ കഥ സ്ഥിരപ്പെട്ട ചരിത്രമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. വഹാബി സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് പോലും തനിക്ക് ഹദീസ് വിഷയങ്ങളിൽ സംശയമുണ്ടാകുമ്പോൾ താൻ അവലംബമാക്കാറുള്ള പണ്ഡിതനെന്ന് വിശേഷിപ്പിച്ച ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റഹിമഹുല്ലാ ഫൈദുൽ ഖദീർ 1-ാം വോള്യം 585-ാം പേജിൽ ഈ കഥ സ്വഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ലെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഖാത്തിമത്തുൽ മുഹദ്ദിഖീൻ ഇബ്നു ഹജറിനിൽ ഹൈതമി റഹിമഹുല്ലാ ഫതാവൽ കുബ്ര 1-ാം വോള്യം 177-ാം പേജിലും ഈ കഥ സ്വഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ലെന്നും രേഖപ്പെടുത്തുന്നുണ്ട്. പ്രമുഖ മുഫസ്സിറായ ഇമാം ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസവി റഹിമഹുല്ലാ റൂഹുൽ ബയാൻ 4-ാം വോള്യം 373-ാം പേജിൽ ബി അന്നഹു കദിബുൻ വഫ്തിറാഉൻ അല ഇബ്നു മസ്ഊദിൻ, ഈ കഥ ഇബ്നു മസ്ഊദ് റഹിമഹുള്ളയുടെ പേരിൽ കച്ചകെട്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറയുന്നുണ്ട്. വലിയ പണ്ഡിതനും ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടവുമുള്ള ഇമാം സുയൂത്തി റഹിമഹുള്ളയും അൽ ഹാവിലിൽ ഫത്താവയിൽ 1-ാം വോള്യം 472-ാം പേജിൽ ഈ ഹദീസ് പരിശോധിക്കേണ്ടതാണെന്നും സ്വഹിയായ ഹദീസുകളോട് ഇത് എതിരാകുന്നുണ്ടെന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ശേഷം ഈ പറഞ്ഞ ഇമാമിയങ്ങളെല്ലാവരും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കിതാബ് സുഹുദിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദിക്ർ മജ്ലിസുകൾ പങ്കെടുക്കാറുണ്ടെന്ന ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, നബിദിനാഘോഷത്തെ എതിർക്കുന്നതിന് വേണ്ടി ഇമാം മാലിക് റഹിമഹുള്ളയുടെ പേരിൽ ഫൈസൽ മൗലവി കളവ് പ്രചരിപ്പിച്ചതുപോലെ മറ്റൊരു മൗലവി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുകയാണ്. വിശ്വാസികളെ, റബീഉൽ അവ്വൽ ആകുമ്പോൾ പല മൗലവിമാരും പല കഥകളുമായും കടന്നുവരും. നാം വഞ്ചിതരാവരുത്.